വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ്. അതെ, സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം പതിവ് പോലെ ചൂടുപിടിച്ചിരിക്കുന്നു. മുന്നണികൾ സജീവമാണ്. സീറ്റ് വിഭജന ചർച്ചകൾ കടുപ്പത്തിലേക്ക് കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നേതാക്കളാകട്ടെ മത സാമുദായിക ആസ്ഥാനങ്ങൾ കയറിയിറങ്ങുന്നു. അനുഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഓരോ സന്ദർശനവും രാഷ്ട്രീയമായി വായിക്കപ്പെടുന്നു. ഓരോ കൈകോർക്കലും ഒരു സന്ദേശമായി പ്രചരിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും മത നേതാക്കളുടെയും സമുദായ നേതാക്കളുടെയും അനുമതി കൂടാതെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും കൂടി നടത്താനാവാത്ത സ്ഥിതിയിലാണ് പ്രധാന മുന്നണികൾ പോലും. രണ്ട് മുന്നണികൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിലെ മുൻകാല തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മത നേതാക്കളുടെ പിന്തുണയുള്ള കക്ഷികൾ കൂടെ ഉണ്ടായിരുന്നത് UDF-നായിരുന്നു. പലപ്പോഴും ഇവരുടെ സ്വാധീനവും പിന്തുണയും ലഭിച്ചിരുന്നത് അവർക്കായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഥവാ സംസ്ഥയുടെ EK വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചു പോരുന്ന മുസ്ലിം ലീഗും ക്രൈസ്തവ സഭകളുടെ പിന്തുണയുള്ള കേരള കോൺഗ്രസ് വിഭാഗങ്ങളും കഴിഞ്ഞ ദശകം വരെ UDF-നൊപ്പമായിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടത് മുന്നണിക്കൊപ്പം ചേർന്നതോടെയാണ് സമീപകാല തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ജാതിമത സമവാക്യങ്ങൾ മാറി തുടങ്ങിയത് തന്നെ. സുന്നി വിഭാഗത്തിൽ പ്രബലരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന സമസ്ത AP വിഭാഗവും കാലങ്ങളായി ഇടത് മുന്നണിക്കൊപ്പമാണ്. ഇതെല്ലാം കാണുമ്പോൾ ഒരു അടിസ്ഥാന ചോദ്യം വീണ്ടും ഉയരുകയാണ്. കേരളത്തിൽ വോട്ട് നിർണ്ണയിക്കുന്നത് മതമാണോ അതോ രാഷ്ട്രീയ വിലയിരുത്തലാണോ? കേരളം വോട്ട് ചെയ്യുന്നത് മത നേതാക്കളെ കേട്ടാണോ അല്ലെങ്കിൽ ഭരണത്തെ വിലയിരുത്തിയാണോ? ഈ ചോദ്യത്തിന് വികാരപരമായ ഒരു മറുപടി മതിയാകില്ല. കണക്കുകളും ചരിത്രവും സാമുദായിക ഘടനയുടെ വോട്ടിങ്ങും പാറ്റേണുകളും ചേർത്ത് നോക്കുമ്പോഴാണ് യഥാർത്ഥ ചിത്രം വ്യക്തമായി കാണാൻ കഴിയുന്നത്. ആദ്യം നമുക്ക് കേരളത്തിന്റെ ജനസംഖ്യാ ഘടന നോക്കാം. 2011 ജനസംഖ്യാ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏകദേശം 3,34,00,000 ജനങ്ങൾ. അതിൽ 54.7% ഹിന്ദുക്കൾ, 26.6% മുസ്ലിങ്ങൾ, 18.4% ക്രൈസ്തവർ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരൊറ്റ മതവിഭാഗം 70-80% ഭൂരിപക്ഷം നേടിയിരുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ കേരളത്തിൽ അത്തരമൊരു ഏകാധിപത്യ ഭൂരിപക്ഷമില്ല. ഈ സമതുലിത മതവിതരണമാണ് കേരള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന സ്വഭാവം നിർണ്ണയിക്കുന്നത് തന്നെ. 140 നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ഒരു മുന്നണിക്കും ഒരു സമൂഹത്തെ പൂർണ്ണമായി അവഗണിച്ച് വിജയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും മത ജാതി കണക്കുകൾ അനിവാര്യമാകുന്നത്. മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും പ്രധാന സമൂഹങ്ങൾക്ക് പ്രതിനിധാനം ഉറപ്പാക്കുന്നത് പതിവാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈ മതസമവാക്യം വോട്ടിന്റെ അന്തിമ ഫലത്തെ അതേ രീതിയിൽ നിർണയിക്കണമെന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സത്യാവസ്ഥ. കേരള രാഷ്ട്രീയത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ വ്യക്തമായി പരിശോധിച്ചാൽ 2011 ഇടത് മുന്നണിക്ക് ഏകദേശം 45% വോട്ട് ലഭിച്ചു. UDF-നാകട്ടെ ഏകദേശം 46%. വോട്ട് ശതമാന വ്യത്യാസം വളരെ ചെറുതായിരുന്നു. സീറ്റുകളിൽ ചെറിയ മുന്നേറ്റം മാത്രം. 2016 ഇടത് മുന്നണി ഏകദേശം 43.5% വോട്ട് നേടി. UDF 38.8%, BJP 10.6%. 2021 ഇടത് മുന്നണി 45.4%, UDF 39.5%, BJP 11.3%. ഈ കണക്കുകൾ രണ്ട് വലിയ മുന്നണികൾക്കും സ്ഥിരമായ 40% മുകളിലുള്ള കോർ വോട്ടുകൾ ഉണ്ടെന്ന് തെളിയിക്കുന്നു. മതപരമായ വിവാദങ്ങൾ ഉണ്ടായാലും ഈ അടിത്തറ തകരുന്നില്ല. കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിലെ പ്രധാന സവിശേഷത ഈ സ്ഥിരത കൂടിയാണ്. ഇനി നമുക്ക് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് നോക്കാം. മലപ്പുറം ജില്ലയിൽ ഏകദേശം 70%-ലേറെ മുസ്ലിം ജനസംഖ്യ, 16 നിയമസഭാ മണ്ഡലങ്ങൾ. ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശക്തമായ സാന്നിധ്യം പുലർത്തുന്നുണ്ട്. UDF-ന്റെ പ്രധാന ഘടകമാണ് പല മണ്ഡലങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇതൊക്കെ മതപരമായ തിരിച്ചറിവിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ കൂടിയാണ്. പക്ഷേ കണക്കുകൾ കാണിക്കുന്നത് മറ്റൊരു ചിത്രം കൂടിയാണ്. 2011, 2016, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടത് മുന്നണിക്ക് മലപ്പുറത്ത് സ്ഥിരമായി 30 മുതൽ 40% വരെ വോട്ട് ശതമാനം ലഭിച്ചു. ചില മണ്ഡലങ്ങളിലാകട്ടെ അവർ വിജയിക്കുകയും ചെയ്തു. അതായത് മുസ്ലിം സമൂഹം ഏകകണ്ഠരായി ലീഗിന് വോട്ട് ചെയ്യുന്നില്ല എന്നർത്ഥം. ലീഗിന് ശക്തമായ സ്വാധീനമുണ്ടെങ്കിലും മുസ്ലിം വോട്ടിന്റെ മുഴുവൻ ഭാഗവും അവർക്കില്ല. മുസ്ലിം വോട്ടിന്റെ ഒരു വലിയ വിഹിതം ഇടതു മുന്നണിയിലേക്ക് പോകുന്നുണ്ട്.
മതപരമായ ഐക്യം രാഷ്ട്രീയ ഏകകണ്ഠതയല്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഇനി ഭൂരിപക്ഷ ഹിന്ദു വോട്ടിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. കേരളത്തിൽ 54.7% ഹിന്ദുക്കൾ. സിദ്ധാന്തപരമായി ഹിന്ദു ഐക്യ വോട്ടുണ്ടായിരുന്നെങ്കിൽ BJP വലിയ മുന്നേറ്റം നടത്തേണ്ടതായിരുന്നു. പക്ഷേ 2016 BJP 10.6% വോട്ടും 2021 11.3% വോട്ടുമാണ് നേടിയെടുത്തത്. 2016 നിയമമണ്ഡലത്തിൽ ഒരു സീറ്റ് നേടിയെങ്കിലും 2021 നിയമസഭയിൽ സീറ്റൊന്നും നേടാനായില്ല. ഇത് വ്യക്തമാക്കുന്നത് ഭൂരിപക്ഷ ഹിന്ദു വോട്ടർമാർ ഏകകേന്ദ്രീയരല്ല എന്നതാണ്. അവർ ഇടത് വലത് മുന്നണികളിലായി വിഭജിച്ചിരിക്കുന്നു. 2018 ശബരിമല വിഷയത്തിനു ശേഷം BJP വലിയ മതധ്രുവീകരണ രാഷ്ട്രീയ ശ്രമം നടത്തി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം വർദ്ധിച്ചു. എന്നാൽ അത് നിയമസഭാ തലത്തിൽ സ്ഥിരമായ സീറ്റുകളായി മാറിയില്ല. മതവികാരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടും അത് സ്ഥിരമായ വോട്ട് മാറ്റമായി ഇതുവരെയും മാറപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ഇനി മധ്യ കേരളത്തിലെ ക്രൈസ്തവ സാന്നിധ്യം ശക്തമായ മേഖലകൾ കൂടി നമുക്ക് പരിശോധിക്കാം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ഈ മേഖലകളിൽ 30 മുതൽ 45% വരെ ക്രൈസ്തവ ജനസംഖ്യയുണ്ട്. ഇവിടെ കേരള കോൺഗ്രസ് എം നിർണായകമായൊരു ശക്തിയാണ്. മുമ്പ് UDF-നൊപ്പം ഉണ്ടായിരുന്ന ഈ പാർട്ടി ഇടത് മുന്നണിയിലേക്ക് ചേർന്നതോടെയാണ് ക്രൈസ്തവ വോട്ടിൽ ഒരു പുനർക്രമീകരണം ഉണ്ടായത്. എന്നാൽ ഇവിടെ പോലും വോട്ടർമാർ ഏകകണ്ഠരല്ല. 2016 2021 മുന്നണികൾ മാറി മാറി വിജയിച്ചു. സഭാ നിലപാട് ഒരു ഘടകമാകാം, പക്ഷേ അത് നിർബന്ധിത രാഷ്ട്രീയ ഉത്തരവല്ല. വോട്ടർ വ്യക്തിപരമായ രാഷ്ട്രീയ വിലയിരുത്തലിലാണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ മതസമവാക്യം കണക്കാക്കുന്ന രാഷ്ട്രീയ കളികൾ ഒരുപാട് നടക്കുന്നു എന്നത് നിഷേധിക്കാനാവില്ല. മുസ്ലിം ലീഗ് മുസ്ലിം സമൂഹത്തിന്റെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തി അവർ അതിൽ മുൻനിർത്തി രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു. BJP ആകട്ടെ ഹിന്ദു ഏകത്വവും വിശ്വാസ സംരക്ഷണവും മുൻനിർത്തി പ്രചരണം നടത്തുന്നു. ക്രൈസ്തവ സംഘടനകളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ വിവിധ മുന്നണികളും ശ്രമിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥി, ക്രൈസ്തവ ശക്തിയുള്ള മണ്ഡലങ്ങളിലാകട്ടെ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ. ഇനി ചില തെക്കൻ മണ്ഡലങ്ങളിലോ നായർ ഈഴവ സമവാക്യം എന്നിങ്ങനെ പല രീതിയിൽ കണക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും ഇതേ ജാതിമത പ്രാതിനിധ്യം അവർ ഉറപ്പാക്കുന്നുമുണ്ട്. എന്നാൽ ഈ മുഴുവൻ കണക്ക് കൂട്ടലിനും മുകളിലാണ് കേരള വോട്ടറുടെ സ്വഭാവം ഇരിക്കുന്നത്. കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് ഏകദേശം 96%. ശക്തമായ മാധ്യമ സംസ്കാരം, രാഷ്ട്രീയ ചർച്ചകളിൽ സജീവ പങ്കാളിത്തം, തൊഴിലാളി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ശക്തമാണ്. ഇതെല്ലാം ചേർന്നാണ് കേരള വോട്ടർ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് 2021 പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അധികാര കൈമാറ്റ ചക്രം തകർന്നത്. കോവിഡ് കാലത്തെ ഭരണ ഇടപെടലുകൾ, ക്ഷേമ പദ്ധതികൾ, സാമൂഹിക സുരക്ഷ, ആരോഗ്യരംഗത്തെ പ്രവർത്തനം, ദുരന്ത നിവാരണം ഇവയെല്ലാം അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലാണ് വോട്ടർമാർ അന്ന് ചെയ്തത്. മതവിഷയങ്ങൾ ചർച്ചയായിരുന്നെങ്കിലും വോട്ടിന്റെ സമഗ്ര പ്രവാഹം അതിനനുസരിച്ച് മാറിയില്ല. നിലവിലെ സാഹചര്യത്തിലും മതരാഷ്ട്രീയത്തിന്റെ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഒരു വശത്ത് ന്യൂനപക്ഷ സുരക്ഷയും അവകാശങ്ങളും മുൻനിർത്തി അവർ പ്രവർത്തിക്കുന്നു, അത് രാഷ്ട്രീയം ആയുധമാക്കുന്നു. മറുവശത്താകട്ടെ ഭൂരിപക്ഷ വികാരങ്ങളെ ഏകീകരിക്കാനുള്ള ശ്രമവും. മറ്റൊരു വശത്ത് സമുദായ നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കൽ. പക്ഷേ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ വീണ്ടും അതേ സത്യമാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. മതപരമായ ആഹ്വാനം മാത്രമല്ല, അത് മാത്രം ഉപയോഗിച്ച് കേരളത്തിൽ ഒരിക്കലും അധികാരം പിടിക്കാൻ ഇന്നേ വരെ ആരും ശ്രമിച്ചിട്ടില്ല, ആരും വിജയിച്ചിട്ടുമില്ല. 2 വലിയ മുന്നണികൾക്കും 40% മുകളിലുള്ള ഉറച്ച കോർ വോട്ടുകളുണ്ട്. ബാക്കി സ്വിംഗ് വോട്ടർമാരെ സ്വാധീനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഭരണ നേട്ടങ്ങൾ, സാമ്പത്തിക സാഹചര്യം, പ്രാദേശിക പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വീകാര്യത എന്നിവയാണ്. അവസാനം വോട്ട് പെട്ടിയുടെ അകത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തിയാണ് അവർ പരിശോധിക്കുന്നത്. അവരുടെ മുന്നിൽ അപ്പോൾ മതനേതാവിന്റെ നിർദ്ദേശമൊന്നുമില്ല. സ്വന്തം ജീവിത അനുഭവവും കുടുംബത്തിന്റെ ഭാവിയും തൊഴിലും വിലക്കയറ്റവും വിദ്യാഭ്യാസവും ആരോഗ്യ സുരക്ഷയും ഇവയൊക്കെയാണ് അവർ അപ്പോൾ ചിന്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും, കേരളത്തിൽ മതം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും ജാതിമത സമുദായങ്ങളോടും അവരുടെ ആദർശങ്ങളോടും അവരുടെ നേതാക്കളോടും പുലർത്തുന്ന ഈ പ്രീണന തന്ത്രങ്ങൾ വോട്ടായി മാറ്റാൻ
അല്ലെങ്കിൽ അത് വോട്ടായി മാറുന്നില്ല എന്നതാണ് സമീപകാല തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ചില അപൂർവ മണ്ഡലങ്ങൾ എടുത്താൽ മാത്രമാണ് അവിടെ മതവും ജാതിയും വിധി നിർണായക ശക്തിയായി മാറിയത് നാം കണ്ടത്. സമ്മർദ്ദ ഗ്രൂപ്പുകൾക്കപ്പുറം നിർണായക ശക്തിയായി മാറാൻ കേരളത്തിൽ ഒരു മതസമുദായ സംഘടനകൾക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കത്തുമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക നിശ്ചയിക്കുന്നതും പരുവപ്പെടുത്തുന്നതും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും ഭരണ നേട്ടങ്ങളും പരാജയങ്ങളും ഒക്കെ തന്നെയാണെന്ന് ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയായാലും വോട്ട് പെട്ടിയുടെ അകത്ത് അവസാന തീരുമാനമെടുക്കുന്നത് മതമല്ല, അത് രാഷ്ട്രീയ വിലയിരുത്തൽ മാത്രമാണ്.